വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. ക്ലാസ് 6 6ാം ക്ലാസ്സിലെ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഈ തന്മാത്ര, അതുപോലെ തന്നെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതങ്ങളിൽ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള CRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. PSC റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടും സിലബസ് വൈസ് ആയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് എന്താ പറയുന്നത്, അച്ചായതിന് പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്, ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ ഒരു കുട്ടി. അപ്പം അച്ഛൻ എന്താ പറയുന്നത്, പലഹാരത്തിൻ്റെ ഈ പ്രത്യേകതയാണ് മോനെ പിന്നീട് അതിൻ്റെ പേരായിട്ട് പറയുന്നത് അല്ലേ. മിക്സറിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. മിക്സ്ചർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, മിശ്രിതമാണ് അല്ലേ. അതായത് പലതരം സാധനങ്ങൾ അതിൽ എടുക്കുന്നുണ്ടാവില്ലേ, കടല പരിപ്പൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കാരണമാണ് അതിനെ മിക്സ്ചർ എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. കുട്ടി എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളത്, നിലക്കടലുണ്ട്, പൊരിക്കടലുണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെയായി പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തു ഉണ്ടാക്കുന്നു അല്ലേ. ഒരു കോൺക്രീറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, കോൺക്രീറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ സിമെൻറ്റ് ഉപയോഗിക്കും, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കും, പിന്നെ മണൽ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. കമ്പോസ്റ്റ് വളമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, എല്ലുപൊടി ഉണ്ടായിരിക്കും, ചാണകപ്പൊടി ഉണ്ടായിരിക്കും അല്ലേ, മണലുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പലതരം വ്യത്യസ്ത മിശ്രിതങ്ങൾ പലതരം മിശ്രിതങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഒരെണ്ണം മാത്രമല്ല അവിടെ ഉള്ളത് അല്ലേ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഓരോന്നും ഒന്നിലധികം വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ നാം സാധാരണ തയ്യാറാക്കാറുള്ള 2 വിഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്, സാലഡും തന്നിട്ടുണ്ട്, മാങ്ങച്ചാറും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാലഡിലാണെന്നുണ്ടെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്, സാലഡിൽ സവോളയിടും, കുക്കുമ്പറിടും, ഓരോരുത്തരും ഇഷ്ടം അല്ലേ. പച്ചമുളക്, മോരൊക്കെ ഉണ്ടായിരിക്കും, വെള്ളം ഉണ്ടാവും അല്ലേ. അതുപോലെ മാങ്ങച്ചാലാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാവും, മുളകുപൊടി ഉണ്ടായിരിക്കും, കടുക് ഉണ്ടായിരിക്കും, ഉലുവ ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എന്തിലുണ്ടായിരിക്കും, ഈ മാങ്ങച്ചാറിലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആഹാരം രുചികരമാക്കാൻ ചേർക്കുന്ന ഓരോ ഘടക പദാർത്ഥങ്ങൾക്കും അവ ചേർക്കേണ്ട അളവിനും പ്രാധാന്യമില്ലേ. നമ്മളിവിടെ ഇപ്പോൾ സാലഡിൽ കുറേ മോരൊഴിച്ച് കുറച്ച് തരി സവോള ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. കൂടുതൽ സാധനങ്ങൾ വരാണെന്നുണ്ടെങ്കിലാണ് അവിടെ ടേസ്റ്റ് രുചിക്ക് വരുന്നത്. അപ്പോൾ അളവ് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ മാങ്ങച്ചാലാണെന്നുണ്ടെങ്കിൽ കുറേ മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമാവോ, ഇല്ല അല്ലേ. നമുക്കത് അതിൽ വെക്കാൻ കൂടെ കൊള്ളൂല. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാത്തിനും ഒരേ അളവുണ്ട് അല്ലേ, എല്ലാത്തിനും അളവുകൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ സാലഡ് തയ്യാറാക്കാനൊക്കെ പറയുന്നുണ്ട്. വിവിധ വസ്തുക്കൾ പല രീതിയിൽ ചേർത്താണ് നിങ്ങൾ സാലഡ് തയ്യാറാക്കിയത് അല്ലേ. നാം നിത്യേന കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ പല വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്നവയാണ് അല്ലേ. മാങ്ങച്ചാർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു എങ്ങനെയാണ് അല്ലേ. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ, സാലഡ്, മാങ്ങച്ചാർ ഇവയിലെല്ലാം ഒന്നിലധികം ഘടകങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ ഇല്ലേ. ഒന്നിലധികം ഘടകങ്ങളുണ്ട്. ഇവയെല്ലാം മിശ്രിതങ്ങളാണ് അല്ലേ. ഒന്നിലധികം ഘടകങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ മാങ്ങച്ചാർ എടുക്കുകയാണെങ്കിൽ മാങ്ങ ഉണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി ഉണ്ട്, വിനാഗിരി ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, കടുകുണ്ട്, ഉലുവുണ്ട്, കായുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ അവിടെ കുറേ സാധനങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ. ഉപ്പുണ്ട് അല്ലേ, ഉപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പല കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, കുറേ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറഞ്ഞു, മിശ്രിതം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെയല്ലേ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സിമെൻറ്റും മണലും വെള്ളമൊക്കെ ചേർന്നിട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മിക്സ്ചറിലാണെന്നുണ്ടെങ്കിൽ കടലുണ്ടായിരിക്കും, പരിപ്പുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ
അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിലുണ്ടായിരിക്കും അല്ലേ. അതായത് എല്ലാ ഘടകങ്ങളും അതിലുണ്ട് അല്ലേ. അതിനെയാണെന്ന് പറയുന്നത് മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിശ്രിതങ്ങൾ എന്ന് വെച്ചാൽ, മിക്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മിക്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാക്കുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാക്കുന്ന പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു മിശ്രിതങ്ങൾ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കിയേ. വെള്ളം, ഉപ്പ്, പഞ്ചസാര, ചോക്കുപൊടി, നാരങ്ങ, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇരുമ്പ് പൊടി, റവ, പയർ, കളര, നെല്ല്, സുതാര്യമായ പാത്രങ്ങൾ, ചില്ലു ഗ്ലാസ്, ചെറിയ പാത്രങ്ങൾ, സ്പൂണുകളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല ആവശ്യമായ സാമഗ്രികൾ തന്നിട്ടുണ്ട്. അതിനൊക്കെ ആവശ്യമായ പാത്രങ്ങൾ എടുക്കാനും പറയുന്നുണ്ട്. നാരങ്ങ വെള്ളം ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഘടക പദാർത്ഥം എന്തായിരിക്കും? നാരങ്ങ ഉണ്ടായിരിക്കും, പിന്നെ നാരങ്ങാനീര് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്? വെള്ളം അല്ലേ, വെള്ളം ഉണ്ടായിരിക്കും, പഞ്ചസാര ഉണ്ടായിരിക്കും അല്ലേ. ഇനി അപ്പോൾ ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ? ഉപ്പുവെള്ളം ഉണ്ടായിരിക്കും അല്ലേ. ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ദ്രാവകത്തിലാണ് ഖരവസ്തു, അതായത് ഉപ്പാണ് ഖരവസ്തു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്നതാണ് ഉപ്പുവെള്ളം, പഞ്ചസാര, വെള്ളമൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഖരവസ്തുവും ചേർന്ന മിശ്രിതങ്ങൾ എന്തൊക്കെയാണ്? റവയും ഉപ്പും കലർന്നത്. അതായത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ, ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവയും ഉപ്പും കലർന്നത് രണ്ടും എന്താണ്? ഖരവസ്തുവാണ് അല്ലേ. അപ്പോൾ ഖരവസ്തുവും ചേർന്ന മിശ്രിതങ്ങൾക്ക് എക്സാമ്പിൾ എന്താണ് വരുന്നത്? റവയും ഉപ്പ് കലർന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ? പുട്ടുപൊടി അല്ലേ. പുട്ടുപൊടിയിൽ എന്താണ്? പുട്ടിടും, കുറച്ച് ഉപ്പിടും, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? പുട്ടും ഉപ്പും എന്ന് പറയുന്നത് എന്താണ്? ഖരമാണ് അല്ലേ. രണ്ടും എന്താണ്? ആ പുട്ടുപൊടി എന്ന് പറയുന്ന, അതുപോലെ തന്നെ അല്ലേ അരിപ്പൊടി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ എന്താണ്? ഉപ്പ് എന്ന് പറയുന്നതാണ് അവിടെ ഖരാവസ്ഥയിലാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾ എന്തൊക്കെയാണ്? ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കളാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന് ഏതൊക്കെയാണ്? അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതുപോലെ തന്നെ ഉപ്പും വെള്ളത്തിൽ ലയിച്ചത് എന്ന് പറയുന്നതാണ്. അതായത് ഒന്നിലധികം അവിടെ ഖരവസ്തുക്കൾ വന്നിട്ടുണ്ട് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഖരവസ്തുവാണ്, ഉപ്പ് എന്ന് പറയുന്നത് ഒരു ഖരവസ്തുവാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ എന്താണ്? ദ്രാവകാവസ്ഥയാണ് അല്ലേ. അപ്പോൾ എന്താണ് എക്സാമ്പിൾ വരുന്നത്? എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ചത് എന്നതിന് എക്സാമ്പിളാണ്. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾക്ക് എക്സാമ്പിളാണ്. മിശ്രിതങ്ങളെക്കുറിച്ച് ഇനിയും ചില അന്വേഷണങ്ങൾ നടത്തിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ ഏതാണ്? എല്ലാ ഘടക പദാർത്ഥങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഇതിലാണ്. ചോക്കുപൊടിയെ കലർത്തിയ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മിശ്രിതവും കാണാം. അതായത് ചോക്കുപൊടി ലയിച്ച് ചേർന്നിട്ടുണ്ടായിരിക്കില്ല ചോക്കുപൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചോക്കുപൊടിയുടെ വെള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങൾ ഏതാണ്? എല്ലാ ഘടക പദാർത്ഥങ്ങളും ഇപ്പോൾ നാരങ്ങ വെള്ളം എടുത്തു, അല്ലെങ്കിൽ ഉപ്പ് ലായനി എടുത്തു, ഉപ്പ് എന്ന് പറയുന്നതിൽ ലയിച്ചു പോയില്ലേ. പഞ്ചസാരയാണെങ്കിലും പഞ്ചസാര ലായനിയാണെങ്കിലും പഞ്ചസാര ലയിച്ചു പോയി. അപ്പം നമുക്ക് അവിടെ എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വെള്ളം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാനായിട്ട് കഴിഞ്ഞോ? അവിടെ ഇല്ല അല്ലേ. പലതരം മിശ്രിതങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയല്ലോ. ഇവയിൽ ഏതെല്ലാം മിശ്രിതങ്ങളിലാണ് ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്? ഉപ്പുവെള്ളം പറഞ്ഞു, പഞ്ചസാര വെള്ളമൊക്കെ പറഞ്ഞു അല്ലേ, അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു അല്ലേ. ഇത്തരം മിശ്രിതങ്ങളെ നിന്ന് വിളിക്കും? ലായനികൾ എന്ന് വിളിക്കും അല്ലേ. അതായത് ലീനം, ലായകമൊക്കെ നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ലീനം, ലായകമൊക്കെ. അപ്പോൾ ലായനികളിൽ ഇതൊക്കെ ഇത്തരം മിശ്രിതങ്ങൾ, അതായത് ലായനി എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകാവസ്ഥയിലാണ് ലായനി എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളെയാണെന്ന് പറയുന്നത് ലായനികൾ എന്ന് പറയുന്നത് അല്ലേ. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടായത്. അപ്പോൾ എന്താണ് ലീനം എന്ന് പറയുന്നത്? ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടായത്. ലായകം എന്ന് പറയുന്നതാണ് അവിടെ എന്ത് വരുന്നത്? ലായകം എന്ന് വെച്ചതാണ് എന്തിലാണോ ലയിക്കുന്നത് അല്ലേ, എന്തിലാണോ ലയിക്കുന്നത് അതിനെയാണെന്ന് പറയുന്നത് ലായകം എന്ന് പറയുന്നത്. എന്താണോ ലയിക്കുന്നത്, ഇപ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പാണ് അവിടെ ലയിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലയിച്ചത് എന്താണോ അതിനെ ലീനം എന്ന് പറയും. എന്നാണ് ലായകം എന്ന്, ലയിച്ചു ചേർന്ന ലായകം അല്ലേ, ലായകത്തിൽ ലയിച്ചു ചേർന്നതാണ് ലീനം എന്ന് പറയുന്നത് അല്ലേ. ലായകം എന്ന് വെച്ചാൽ എന്താണ്? എന്തിലാണോ ലയിക്കുന്നത്. അതായത് ഉപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ലയിച്ചത്? വെള്ളത്തിലാണ് ലയിച്ചത്. അപ്പോൾ അവിടുത്തെ വെള്ളമാണ് അവിടെ എന്തായിട്ട് വരുന്നത്? ലായകമായിട്ട് വന്നത് അല്ലേ. ഇനി ലായനി എന്ന് വെച്ചാൽ എന്താണ്? ലായനി എന്ന് വെച്ചാൽ എന്താണ്? അത് ആ ഒരു മിശ്രിതം, അതായത് ഉപ്പ് വെള്ളം എന്ന് പറയുന്നതാണ് അവിടുത്തെ ലായനി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ പഞ്ചസാര ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണ് അവിടുത്തെ ലീനം എന്ന് പറയുന്നത്. കാരണം എന്താണ് അവിടെ ലയിച്ചത്? പഞ്ചസാരയാണ് അവിടെ ലയിച്ചത്. അപ്പോൾ അതിനെ ലീനം എന്ന് പറഞ്ഞു. ഏതിലാണ് ലയിച്ചത്? വെള്ളത്തിലാണ് ലയിച്ചത്. അപ്പോൾ അതിന് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ലായകമാണ്. ഇനി ലായനി എന്ന് വെച്ചാൽ എന്താണ്? ഈ പഞ്ചസാര വെള്ളം എന്ന് പറയുന്നതാണ് അവിടുത്തെ ലായനി എന്ന് പറയുന്നത് അല്ലേ, ലായനി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇനി എന്നിട്ട് എടുക്കാം, നമുക്ക് നോക്കാം. അതിന് കുറച്ചും കൂടി നോക്കാം.
ഖരദ്രാവക ലായനി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് ഏതാണ്? ഖരദ്രാവക ലായനി. നമ്മൾ പറഞ്ഞു അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയാണ് ഖരദ്രാവക ലായനി എന്ന് പറയുന്നത്. എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. ഇനി ദ്രാവക ലായനി ഏതാണ്? വിനാഗിരിയാണ്. ദ്രാവക ലായനി എന്ന് പറയുന്നത് ഏതാണ്? വിനാഗിരിയാണ് ദ്രാവക ലായനി എന്ന് പറയുന്നത്. ഇനി വാതക ലായനി എന്ന് വെച്ചാൽ എന്താണ്? സോഡാ വെള്ളമാണ്. സോഡാ വെള്ളത്തിൽ എന്തൊക്കെയുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്? വെള്ളം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടെന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? വാതകമാണ്. ജലം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകമാണ്. അപ്പോൾ അതാണ് ദ്രാവക ലായനിയിൽ എന്ത് വന്നത്? സോഡാ വെള്ളം വന്നത്. ഇനി വാതക ലായനി എന്ന് വെച്ചാൽ വായുവാണ്. വായുവിൽ എന്തുണ്ടായിരിക്കും? പലതരം അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എല്ലാം ഉണ്ടായിരിക്കും. നൈട്രജൻ ഓക്സിജൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വാതക ലായനി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് വായുവാണ്. അപ്പോൾ ഖരദ്രാവക ലായനി എന്ന് വെച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയാണ് ഖരദ്രാവക ലായനി എന്ന് പറയുന്നത്. ദ്രാവക ലായനി എന്ന് വെച്ചാൽ വിനാഗിരിയാണ് അല്ലേ, വിനാഗിരിയാണ്. ഓക്കെ, ഇപ്പോൾ വിവിധ തരം ലായനികളെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി ലായനികളിലെ വൈവിധ്യം നമുക്ക് നോക്കാം. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളുമുണ്ട്. അപ്പോൾ ലായനികൾ എന്ന് വെച്ചാൽ എന്തൊക്കെയുണ്ട്? വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയുണ്ട്. വാതകം എന്ന് പറയുന്നത് ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനിയുണ്ട്. അതുപോലെ ഖരപദാർത്ഥം വേറൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളുമുണ്ട്. പല്ലേഡിയം എന്ന ഖരം ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. അപ്പോൾ ഒരു ഖരവാതക ലായനിക്ക് എക്സാമ്പിൾ പറയുന്നത് എന്താണ്? പല്ലേഡിയം എന്ന് പറയുന്നത് ഒരു ഖരമാണ്, അതുപോലെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു വാതകമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ലയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഖരവാതക ലായനി ഉണ്ടാവും. ഒരു ഖരമുണ്ട് അല്ലേ, പല്ലേഡിയം എന്ന് പറയുന്ന ഒരു ഖരമുണ്ട്, വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. കാരണം ഒരു ഖരവാതക ലായനിക്ക് എക്സാമ്പിൾ എന്താണ്? പല്ലേഡിയം ഹൈഡ്രജനും കൂടി ചേർന്നിട്ടുള്ള ലായനിയാണ്, അതായത് ഖരവാതക ലായനിയാണ് അതെന്ന് പറയുന്നത്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. അപ്പോൾ ഈ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സ്വർണം, പിച്ചള, അതുപോലെ തന്നെ വെങ്കലം എന്നൊക്കെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ലോഹസങ്കരങ്ങൾ വെച്ച് എന്താണ്? ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച് ചേർന്നതാണ് അല്ലേ. ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച് ചേർന്ന ലായനികളാണ്. 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 916 എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? ഉണ്ടാവല്ലോ അല്ലേ. 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും ചേർത്തുണ്ടാക്കുന്ന സ്വർണ്ണത്തെയാണ് 916 സ്വർണം എന്ന് നാം പറയുന്നത്. അപ്പോൾ എന്താണ് 916 സ്വർണം എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ഫുള്ള് സ്വർണ്ണമാണോ? അല്ല, അതിൽ 916 ഗ്രാം സ്വർണ്ണം ഉണ്ടായിരിക്കും. ബാക്കി 84 ഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റു ലോഹങ്ങളായിരിക്കും. അതായത് വെള്ളി ഉണ്ടായിരിക്കാം, ചെമ്പുണ്ടായിരിക്കാം. അതിനാലാണ് നമ്മൾ എന്ന് പറയുന്നത് 916 സ്വർണം എന്ന് പറയുന്നത്. 916 സ്വർണ്ണത്തിൽ 916 മാത്രം തന്നെയാണ് സ്വർണ്ണമുള്ളൂ. ബാക്കി 84 എണ്ണം വരുന്നത് എന്താണ്? ചെമ്പ് അല്ലെങ്കിൽ വെള്ളിയാണ്. ഇതും എന്താണ്? ഒരു ഖര ലായനിയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഖര ലായനിയാണ്. അപ്പോൾ സ്വർണ്ണം എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിളാണ്. ഖര ലായനിക്ക് എക്സാമ്പിളാണ്. ഖരവാതക ലായനിക്ക് എക്സാമ്പിളാണ് പല്ലേഡിയം ലായനി. പല്ലേഡിയം അതുപോലെ തന്നെ ഹൈഡ്രജനും കൂടി ലയിച്ചുണ്ടായ ലായനി. ഇന്ന് നോക്കി, വിവിധ തരം മിശ്രിതങ്ങൾ തന്നിട്ടുണ്ട്. പഞ്ചസാര, അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ലായനി, ചോക്കുപൊടി കലർത്തിയ വെള്ളം. ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല അല്ലേ, വ്യത്യസ്തമാണ്. പഞ്ചസാര ലായനിക്കും ഉപ്പ് ലായനിക്കും വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ടാവും. നോക്കി, പഞ്ചസാര ലായനിയും ഉപ്പ് ലായനിയും തമ്മിൽ സാമ്യങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? രണ്ടും അലിഞ്ഞു ചേരുന്നുണ്ട്. പഞ്ചസാരയും വെള്ളത്തിൽ ലയിച്ച് ചേരുന്നുണ്ട്. ഉപ്പാണെന്നുണ്ടെങ്കിലോ ഉപ്പ് വെള്ളത്തിലാണെങ്കിൽ ഉപ്പും ലയിച്ച് ചേരുന്നുണ്ട്. ഇനി എന്താണ്? ചോക്കുപൊടി കലർന്ന വെള്ളവും ഉപ്പ് ലായനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോക്കുപൊടി എന്ന് പറയുന്നത് അവിടെ ലയിക്കുന്നുണ്ടായിരിക്കില്ല. ഉപ്പ് ലായനി എന്ന് വെച്ചാൽ എന്താണ്? ഉപ്പ് അതിൽ ലയിച്ചിട്ടുണ്ടായിരിക്കും. തന്നെയാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു പരീക്ഷണം കൂടി ചെയ്യാൻ പറയുന്നുണ്ട്. മുമ്പ് തയ്യാറാക്കിയ പഞ്ചസാര ലായനി എടുക്കുക. അതേ വലിപ്പമുള്ള മറ്റൊരു ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളം എടുത്ത് പഞ്ചസാര ഇട്ട് ഇളക്കാതെ വെക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം ഉണ്ടല്ലോ, പഞ്ചസാര ലായനി എന്ന് വെച്ചാൽ പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളമുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ പഞ്ചസാര ഇളക്കാത്ത വെള്ളമുണ്ട് അല്ലേ. പഞ്ചസാര ഇട്ട് ഇളക്കാത്ത വെള്ളവും ഒരു സ്ട്രോ ഉപയോഗിച്ച് ശ്രദ്ധയോടെ ദ്രാവകങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രുചിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമുക്കവിടെ വ്യത്യാസം കാണാനായിട്ട് പറ്റുക? പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എല്ലാ ഭാഗത്തും സ്ട്രോ കൊണ്ട് നമ്മൾ രുചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൈയോടെങ്കിലും രുചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം രുചി തന്നെയായിരിക്കും അനുഭവപ്പെടാം. എന്നാൽ പഞ്ചസാര ഇട്ട് ഇളക്കി ചേർത്ത വെള്ളത്തിലോ, പഞ്ചസാര നമ്മൾ ഇളക്കി ചേർക്കാത്ത വെള്ളത്തിലോ പഞ്ചസാര അത് അഴിഞ്ഞു ചേർന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഭാഗത്ത് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പഞ്ചസാരയുള്ള ഭാഗത്ത് മാത്രമല്ലേ നമുക്ക് പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അല്ലേ.
അതെ അല്ലേ, നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലൈനിൽ എല്ലായിടത്തും മധുരം ഒരുപോലെ ആയിരിക്കും അല്ലേ, മധുരം ഒരുപോലെ ആയിരിക്കും. ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലൈനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്ത് ലൈനി രുചിയോ എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. നമുക്ക് ആ ഒരു ഭാഗത്ത് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, മധുരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ രണ്ടിലും ഘടക പദാർത്ഥങ്ങളൊന്നും തന്നെയാണ് അല്ലേ, രണ്ടും പഞ്ചസാര തന്നെയാണ് അല്ലേ, പഞ്ചസാര ലൈനി തന്നെയാണ്. പക്ഷേ ആദ്യത്തെ പഞ്ചസാര ലൈനി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇളക്കി ചേർത്താൽ, നമ്മൾ നന്നായിട്ട് ഇളക്കി പഞ്ചസാര അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ മിശ്രിതമാണെങ്കിൽ എന്താണ്, അവിടെ പഞ്ചസാരയും വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ പഞ്ചസാര അവിടെ ഇളക്കി ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ രുചി വ്യത്യാസം അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കും, നമുക്ക് നോക്കാം. പഞ്ചസാര അലിഞ്ഞു ചേർന്ന ലായനി എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ്. പഞ്ചസാര ഇട്ട് ഇളക്കി അലയിക്കാത്ത വെള്ളം എന്ന് പറയുന്നത് ഭിന്നാത്മക മിശ്രിതമാണ്. എന്താണ് ഏകാത്മക മിശ്രിതം എന്ന് വെച്ചാൽ എന്താണ്, ഒരു മിശ്രിതത്തിന് എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും, ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മിശ്രിതത്തിന് എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ ആ മിശ്രിതങ്ങളെയാണ് ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു മിശ്രിതത്തിന് വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിലോ അതിനെ എന്തെന്ന് വിളിക്കും, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു മിശ്രിതത്തിന് എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു, ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു മിശ്രിതത്തിന് വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിലോ അതിനെ എന്തെന്ന് വിളിക്കുന്നു, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെയിം എക്സാമ്പിൾ വരുന്നു പറഞ്ഞേക്കാണ്, പഞ്ചസാര പറഞ്ഞ പോലെ തന്നെ. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കി നോക്കാം. ഇനി ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം എന്ന് പറയുന്നത് ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ? ചോക്കുപൊടിയും വെള്ളം അതിൽ ലയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എന്തെന്ന് പറയാം, നമുക്കത് ഭിന്നാത്മകമാണ് എന്ന് പറയാം അല്ലേ, ഭിന്നാത്മകമാണ് എന്ന് പറയാം അല്ലേ. ഏകാത്മകം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ലയിച്ചിട്ടുണ്ടായിരിക്കും, എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും എന്നല്ലേ പറഞ്ഞ, എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവം തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സർ എന്നിവ ഏകാത്മക മിശ്രിതങ്ങളാണോ ഭിന്നാത്മക മിശ്രിതങ്ങളാണോ? എന്താണ് കമ്പോസ്റ്റ് വളം എന്ന് വെച്ചാൽ എന്താണ്, എല്ലായിടത്തും മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതേലോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നത് എന്താണ്, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. എല്ലാ ലായനികളും എന്താണ്, മിശ്രിതങ്ങളാണ്. എല്ലാ ലായനികളും എന്താണ്, മിശ്രിതങ്ങളാണ്. എന്നാൽ എല്ലാ മിശ്രിതങ്ങളും എന്തല്ല, ലായനികളല്ല. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് അല്ലേ. പഞ്ചസാര ലായനിയാണെന്നുണ്ടെങ്കിലും പഞ്ചസാര ലൈനിൽ പഞ്ചസാര ഇളക്കി ചേർത്തുണ്ടായിരുന്നു, പഞ്ചസാര ഇളക്കാതെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്താണ്, ലായനി അല്ലേ. എല്ലാ ലായനികളും എന്താണ്, അപ്പോൾ മിശ്രിതങ്ങൾ തന്നെയാണല്ലോ. രണ്ടും കൂടി അല്ലേ, രണ്ട് ഘടകങ്ങളുണ്ട് അല്ലേ, കുറേ ഘടകങ്ങൾ അവിടെ സെയിം ഘടകങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പലതരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ മിശ്രിതങ്ങളാണെന്ന് പറയാം. എന്നാൽ എല്ലാ മിശ്രിതങ്ങളും അവിടെ എന്തല്ല, ലായനികളല്ല അല്ലേ, ലായനികളല്ല. ഇനി മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ, നിങ്ങൾ സ്കൂൾ ഭക്ഷണത്തിൻ്റെ മെനു പരിശോധിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ആഹാര വസ്തുക്കൾ ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ അതിൽ എന്താണ്, ആരോഗ്യകരമായ ജീവിതത്തിന് വൈവിധ്യമാർന്ന മിശ്രിതങ്ങളെ ആഹാരത്തിൽ നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ച് നോക്കാം. നമ്മൾ ഇപ്പം ചിക്കൻ മാത്രം കഴിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ആഹാരത്തിൽ എന്താണ്, എല്ലാ വിഭവങ്ങളും വേണം അല്ലേ, എല്ലാ വിഭവങ്ങളും വേണം. ഇപ്പം നമുക്ക് എന്താണ്, നാം ശ്വസിക്കുന്ന വായു എന്ന് പറയുന്ന മിശ്രിതമാണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ് അവിടെ വായു മിശ്രിതമാണെന്ന് പറയാൻ കാരണം നൈട്രജൻ എന്ന് പറയുന്നത് അവിടെ 78% വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% വരുന്നുണ്ട്, ഓക്സിജൻ ആണെങ്കിൽ 21% വരുന്നുണ്ട്, മറ്റുള്ളവ 0.96% ആണ്. അപ്പോൾ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മറ്റു പല മൂലകങ്ങളും മറ്റു പല വാതകങ്ങളും അവിടെ വരുന്നുണ്ട്, വായുവിൽ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുകയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ. ഇനി ലീനത്തിൻ്റെ ഒഴിച്ചുകളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ടായില്ലേ.
ജലത്തിൽ ലയിച്ച് ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് കാണാനായിട്ട് സാധിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ് പഞ്ചസാര അവിടെ കാണാനായിട്ട് കഴിയാത്തത്? പഞ്ചസാര എവിടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം? പഞ്ചസാരയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. കുറച്ച് സാമഗ്രികൾ എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ഭരണി, കരിങ്കൽ കഷ്ണങ്ങൾ, ചെറുപയർ, റവ ഒക്കെ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ടിട്ട് നന്നായി കുലുക്കി ഇറക്കുക. മെറ്റലിൻ്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറത്ത് അടയാളപ്പെടുത്താം. ഇതിലേക്ക് ചെറുപയർ ഇട്ട് ഭരണി ഇളക്കുക. എന്നിട്ട് വീണ്ടും ഉയരം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അളവ് പട്ടികയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റവ ഇടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും കുലുക്കി ഇടാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുലുക്കി ഇടുമ്പോൾ എന്താണ് കുലുക്കുമ്പോൾ എന്താണ് ചെറുപയറൊക്കെ ഇട്ടതൊക്കെ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഭാഗത്ത് ഇന്ന ഭാഗത്ത് പറയാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? ചെറുപയറും റവയും ഇട്ട് കുലുക്കി ഇറക്കിയ ശേഷം ഭരണിക്കുള്ളിലെ മെറ്റലിൻ്റെ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അതുപോലെ ചെറുപയർ മണികൾ എവിടെയാണ് നിൽക്കുന്നുണ്ടായിരിക്കാം? റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയത്? റവയൊക്കെ മിക്സ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കില്ലേ അതിൽ? അതാണ് പറയുന്നത്. ഭരണിയിലെ മെറ്റലിലേക്ക് റവയും ചെറുപയറും ഇട്ട് കുലുക്കിയപ്പോൾ ഇവയ്ക്ക് മൂന്നിനും സ്ഥിതി വേണ്ട ആകെ എടുത്തിന് വ്യത്യാസമുണ്ടോ? അപ്പം എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? ഈ പരീക്ഷണത്തിലൂടെ മെറ്റലുകൾക്കിടയിൽ മറ്റു 2 വസ്തുക്കളും ഇടം പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? മെറ്റലിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ബാക്കി 2 വസ്തുക്കളും ഇതിൽ അതിനിടയിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വേറൊരു ഇതും കൂടി തന്നിട്ടുണ്ട്. പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുമ്പോൾ ഇത് തന്നെയാണോ സംഭവിക്കുന്നത്? എന്താണ്? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയിൽ പഞ്ചസാരയുണ്ട് എന്ന് രുചിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാം അല്ലേ? എന്നാൽ ലായനിയിൽ പഞ്ചസാര തരികൾ എവിടെ പോയി എന്ന് മുകളിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ പറയുന്നുണ്ട്. എവിടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം? പഞ്ചസാര തരികളൊക്കെ അവിടെ ലയിച്ച് ചേർന്നിട്ടുണ്ടാവും അല്ലേ? വെള്ളത്തിൽ എല്ലാ ഭാഗത്തേക്കും ലയിച്ച് ചേർന്നിട്ടുണ്ടായിരിക്കും. നേരത്തെ മെറ്റലും മണലും അതുപോലെ തന്നെ എന്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്? ചെറുപയറും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുലുക്കി നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ വലിയ വ്യത്യാസമൊന്നും ഉയരത്തിൽ കാണാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? എല്ലാ ഭാഗത്തേക്കും അതിനാവശ്യമുള്ള സ്ഥലം അതിനുള്ളിൽ എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പഞ്ചസാരയും അതിനാവശ്യമുള്ള സ്ഥലം അവിടെ കണ്ടെത്തി അല്ലേ? പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം. പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയുടെ കണങ്ങൾ നമുക്ക് നേരിട്ട് കാണാനായിട്ട് കഴിയില്ല. എന്നാൽ പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുകയും ചെയ്യുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കാണുന്നത്? നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് വീണ്ടും ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. പഞ്ചസാര, ചെറിയ ചുറ്റിക, മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ സ്ലിപ്പ്, ബ്രഷ്. പഞ്ചസാര തരികൾ ഒരു പേപ്പറിലെടുത്ത് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ വെച്ച് ചുറ്റിക കൊണ്ട് പൊടിക്കുക. അതിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തരി എടുത്ത് രുചിച്ച് നോക്കി. എന്തായിരിക്കും രുചി? മധുരമായിരിക്കും അല്ലേ? ഈ ചെറുതരികളിൽ ഒരെണ്ണം ബ്രഷ് കൊണ്ടെടുത്ത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ ചെറുതരി വലുതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചപ്പോൾ നമുക്കത് ചെറുതാക്കിയിട്ട് കാണാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. ഇങ്ങനെ പഞ്ചസാര തരിയെ ഒരു സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയാത്തത്രയും ചെറുതാക്കി. എന്നാൽ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാക്കി മാറ്റിയത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചസാര നമ്മളെടുത്ത് കഴിച്ച് നോക്കിയാൽ, പഞ്ചസാരയുടെ തരി എടുത്ത് കഴിച്ച് നോക്കിയാൽ എന്താണ്? മധുരമാണ് അല്ലേ? ഈ പഞ്ചസാര നന്നായി പൊടിച്ചിട്ട് അതിൽ നിന്നൊരു തരി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ സെയിം തന്നെയല്ലേ? വലിയ വ്യത്യാസം ഉണ്ടാവും. അതിന് രുചി കൂടോ രുചി കുറയില്ലല്ലോ? സെയിം രുചി തന്നെ ആയിരിക്കും അല്ലേ? സെയിം മധുരം തന്നെയായിരിക്കും അനുഭവപ്പെടുന്നുള്ളത്. അതായത് നമുക്ക് മനസ്സിലായത്, ഒരു വലിയൊരു പഞ്ചസാര എന്ന് പറയുന്നത് പൊടിച്ച് അതിൻ്റെ ഏറ്റവും ചെറിയൊരു തരി ആക്കിയപ്പോഴും അവിടെ രുചിയിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല അല്ലേ? ആ കണം പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നുണ്ട്. ഇത്തരം ചെറു കണികകളെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണെന്ന് പറയുന്നത് ചെറിയ കണികകളെയാണെന്ന് പറയുന്നത് തന്മാത്രകൾ എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ തന്മാത്രകൾ കൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്? തന്മാത്രകൾ കൊണ്ടാണ്. തന്മാത്രയ്ക്ക് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ തന്മാത്ര എന്ന് വെച്ചാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതിലെന്താണ്? പഞ്ചസാരയുടെ തന്മാത്രയുണ്ട് അല്ലേ? പഞ്ചസാരയുടെ തന്മാത്രകളാണ് എല്ലാ ഭാഗത്തും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? എന്താണ് തന്മാത്ര എന്ന് വെച്ചാൽ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി അതിന് ഏറ്റവും ചെറിയ കണികയാണ് അതിന് തന്മാത്ര എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്.
അപ്പോൾ അതിലടങ്ങിയ പഞ്ചസാര തന്മാത്രകൾ ജലത്തിലൂടെ നീളം വ്യാപിക്കുന്നു അല്ലേ. പഞ്ചസാര തന്മാത്രകൾ എല്ലായിടത്തും വ്യാപിക്കുകയാണ്. അങ്ങനെയാണ് ഈ പഞ്ചസാര ലൈനി ഒരു ഏകാത്മിക മിശ്രിതമായത്. ഇനി കണാദൻ ആരാണ്? പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടതെന്ന് ആര് വിശ്വസിക്കുകയാണ്? കണാദൻ വിശ്വസിക്കുകയാണ് അല്ലേ. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത് അല്ലേ. പരമാണു എന്ന് പേര് നൽകിയത് ആരാണ്? കണാദനാണ്. ഇനി തന്മാത്രകൾ അടുത്തും അകന്നു. പദാർത്ഥങ്ങൾക്ക് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന അവസ്ഥകൾ ആർക്കുണ്ട്? പദാർത്ഥങ്ങൾക്കുണ്ട്. പ്ലാസ്മ അവസ്ഥയുണ്ട്. അങ്ങനെ കുറേ 9 അല്ലേ, 9 അവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളെ അടിസ്ഥാനമാക്കി നമുക്ക് നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ഖരപദാർത്ഥങ്ങളും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയാണ് തന്മാത്രകൾ നിലകൊള്ളുന്നത്? നോക്കിക്കേ, ഖരമാണെന്നുണ്ടെങ്കിൽ, ഖരാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തന്മാത്രകൾ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ദ്രാവകത്തിലാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയില്ലേ, കുറച്ചും കൂടി അകന്നിട്ടാണ്. വാതകത്തിലാണെങ്കിലോ നന്നായിട്ട് അകന്നിട്ടാണ് അല്ലേ. ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഖരത്തിലാണ്. ഏതവസ്ഥയിലാണ് ഏറ്റവും അകന്നിരിക്കുന്നത്? വാതകത്തിലാണ് അല്ലേ. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടായിരിക്കും? ഈ ഖരാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ് കറക്റ്റ് അടക്കും ചിട്ടായിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണമാണ് അവിടെ ഖരാവസ്ഥയിൽ കറക്റ്റായിട്ട് അതിന് എന്താണ് ആകൃതി ലഭിക്കുന്നത് അല്ലേ. ഒരു പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ്? ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല അല്ലേ. ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവിടെ തന്മാത്രകളൊക്കെ അങ്ങനെ എന്താ പറയുക, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ അടുത്തടുത്തിരിക്കില്ലേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നീങ്ങാനുള്ള സ്ഥലം കിട്ടുന്നില്ല. ദ്രാവകങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും സ്ഥലം കിട്ടുന്നുണ്ട്. വാതകത്തിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ടുണ്ട് അല്ലേ, സ്ഥലം കിട്ടുന്നുണ്ട്. അതിനാലാണ് വാതകം നന്നായിട്ട് വ്യാപിക്കുന്നത്. ഇനി ആറ്റങ്ങൾ വെച്ചെന്താണ്? തന്മാത്രകളെക്കാളും ചെറിയ കണങ്ങളെയാണ്. തന്മാത്രകളെക്കാളും ചെറിയ കണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. തന്മാത്രകളെക്കാളും ചെറിയ കണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് അല്ലേ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ്റെ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത് അല്ലേ. ഹൈഡ്രജൻ H2O എന്നല്ലേ ഇതാ. അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ കൂടി ചേർന്നിട്ടാണ്, 1 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടാണ് ജല തന്മാത്ര ഉണ്ടായത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര തന്മാത്ര. പഞ്ചസാരയുടെ എന്താണ് രാസസൂത്രം ഏതാണെങ്കിൽ C12H22O11 എന്നാണ് അല്ലേ. അപ്പോൾ കാർബൺ 12 ഉണ്ട്, ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിലോ 22 എണ്ണം ഉണ്ട്, പിന്നെ ഓക്സിജൻ ആണെങ്കിൽ 11 എണ്ണം ഉണ്ട് അല്ലേ. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നതാണല്ലോ മിശ്രിതം. അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് തന്മാത്രകളൊക്കെ തന്നിട്ടുണ്ട്. ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് ഒരേ ഇനം തന്മാത്രകളുള്ളത്? ഏതിലൊക്കെയാണ്? എയിലുണ്ട്, എയിലുണ്ട്, ഡിയിലുണ്ട് അല്ലേ ഒരേ ഇനം തന്മാത്രകൾ. വ്യത്യസ്ത ഇനം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നവ മിശ്രിതങ്ങളാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ആണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ശുദ്ധ പദാർത്ഥങ്ങൾ? എയും ഡിയുമാണ് അല്ലേ. ഒരേ തരം തന്മാത്രകൾ കൂടി ചേർന്നിട്ടുള്ള ഇനിയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് ആ പിക്ചറിൽ നിന്ന് മനസ്സിലായി. ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. നോക്കി നോക്കിയാൽ ബിയിലാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തന്മാത്രകളാണ്, സിയിലാണെങ്കിൽ വ്യത്യസ്ത തന്മാത്രകളുണ്ട്, നീലയുണ്ട്, ചുവപ്പുണ്ട് അല്ലേ. അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇനി മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ഇനി മാലിന്യമല്ലാത്ത ജലം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമാണ് അല്ലേ. മാലിന്യമല്ലാത്തൊരു ജലം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമാണ് അല്ലേ. ഇന്ന് നോക്കി ഇരുമ്പും ചെമ്പും തന്നിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പും ചെമ്പും എന്ന് പറയുന്നത് ഞങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാർബൺ എന്താണ്? ഞാനും ഒരു ശുദ്ധ പദാർത്ഥമാണെന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ്? കാർബണിൽ കാർബൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അതാണ് പറയുന്നത്. ഇരുമ്പിലാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ചെമ്പിലാണെങ്കിൽ ചെമ്പ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഇനി ജലമാണെന്നുണ്ടെങ്കിൽ ഞാനും എന്ന് പറയുന്നുണ്ട്. ജലത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പോൾ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ശുദ്ധപദാർത്ഥമാണ്, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ.
കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറയുന്നുണ്ട്, തെറ്റല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ ശുദ്ധപദാർത്ഥം മിശ്രിതം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞി എന്ന് പറയുന്ന പദാർത്ഥത്തിൽ എന്തൊക്കെയുണ്ട്? ജലം, ഉപ്പ്, മറ്റ് പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു മിശ്രിതമാണ് അല്ലേ? പെൻസിൽ ഗ്രാഫൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് ഉണ്ട് അല്ലേ? ഗ്രാഫൈറ്റ് ഉണ്ട്. അതുപോലെ പഞ്ചസാരയിലാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? അത് ശുദ്ധപദാർത്ഥമാണ്. സോഡ വെള്ളത്തിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ട്. അപ്പോൾ എന്താണത്? മിശ്രിതമാണ് അല്ലേ? സംഭാരം എന്ന് പറയുമ്പോൾ ജലം, ഉപ്പ്, മറ്റ് പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതെന്താണ്? മിശ്രിതമാണ്. അപ്പോൾ ഏതാണ് ശുദ്ധപദാർത്ഥം, മിശ്രിതം എന്ന് മനസ്സിലായല്ലോ. ശുദ്ധപദാർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ എന്താണ്? ശുദ്ധപദാർത്ഥം എന്ന് വെച്ചാൽ ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധ പദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാല്, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ശുദ്ധമായതെന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മിക മിശ്രിതം തന്നെയാണ് അല്ലേ? ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പല ഘടകങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഏകാത്മിക മിശ്രിതമാണ്. എന്നാൽ ശുദ്ധമായ വെളിച്ചെണ്ണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റു പല പദാർത്ഥങ്ങളൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. ഇനി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലും അപ്പോൾ പദാർത്ഥങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. പദാർത്ഥങ്ങൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും അല്ലേ? ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ അളവിലുണ്ടായിരിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇപ്പോൾ ഓക്സിജൻ, കാർബൺ, നൈട്രജൻ ഒക്കെ അല്ലേ വരുന്നതാണ്. ഇനി മിശ്രിതങ്ങളാണെന്നുണ്ടെങ്കിലോ ഏകാത്മിക മിശ്രിതമുണ്ട്, ഭിന്നാത്മക മിശ്രിതമുണ്ട്. ഏകാത്മിക മിശ്രിതം എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചസാര, വെള്ളം, ഉപ്പുവെള്ളമൊക്കെ എന്താണ്? ഒരേ ഭാഗത്ത് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? ഭിന്നാത്മക മിശ്രം എന്ന് വെച്ചാൽ എന്താണ്? ഭിന്നാത്മക മിശ്രം എന്ന് വെച്ചാൽ ഇപ്പോൾ ചോക്ക് പൊടിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അതിലെന്താണ്? രണ്ടും വ്യത്യസ്തം അല്ലേ? രണ്ട് എന്താ പറയുക, എല്ലാതും ഒരേ അളവിലല്ല അവിടെ ഉള്ളത് അല്ലേ? അതായത് നമുക്ക് എല്ലാ ഗുണങ്ങളും ഒരേപോലെ എല്ലാ ഭാഗത്തേക്കില്ല അല്ലേ? ഇനി കൂടിക്കലർന്നവ വേർതിരിക്കുക നോക്കി. കല്ല് കലർന്ന അരി, അതുപോലെ മണലും ഇരുമ്പ് പൊടിയും കലർന്നതൊക്കെ എങ്ങനെയാണ് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റുക? അരിയും കല്ലെന്ന് പറയുന്നത് ഒരേ നിറത്തിലാണോ? അല്ല അല്ലേ? അവയ്ക്ക് ഒരേ ആകൃതിയും വലിപ്പമാണ് ഉണ്ടായിരിക്കുക? അല്ല. അതാണ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇവയിൽ ഏത് മിശ്രിതത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ സാധിക്കുക? കല്ല് കലർന്ന അരി തന്നെയായിരിക്കും അല്ലേ? കല്ലിന് അരിയുടെ അതേ വലിപ്പവും നിറവും ആയിരുന്നെങ്കിൽ പെറുക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല. ഇരുമ്പ് പൊടി മണലിൽ നിന്ന് കൈകൊണ്ട് പെറുക്കിയെടുക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ഇരുമ്പ് പൊടിയുടെ മറ്റേതെങ്കിലും സവിശേഷത പ്രയോജനപ്പെടുത്തി ഇരുമ്പ് പൊടി വേർതിരിക്കാൻ പറ്റുമല്ലോ. കാന്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരുമ്പ് പൊടി വേർതിരിക്കാൻ പറ്റും. അത് ഒട്ടി പിടിക്കില്ലേ അതുമേ? അപ്പോൾ പെറുക്കി മാറ്റുന്നത് എന്താണെന്നോ നമുക്ക് കാന്തം ഉപയോഗിച്ചും വേർതിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് ഇവയുടെ വേർതിരിക്കൽ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യുക? അരിപ്പ് ഉപയോഗിക്കും. അരി വേവിക്കുന്നതിന് മുമ്പ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകൾ ഏത് മാർഗത്തിലൂടെയാണ് നീക്കം ചെയ്യുക? നമ്മൾ കൈ കൊണ്ട് പെറുക്കിയിട്ടാണ് അല്ലേ? കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? ഫിൽട്രേഷൻ വഴി നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട് അല്ലേ? വീട് പണികളിൽ ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരലും മറ്റു മാലിന്യങ്ങളും വേർതിരിക്കുന്നത് എങ്ങനെയാണ്? നോക്കിയേ. അരിപ്പ് ഉപയോഗിച്ചിട്ടല്ലേ? വലിയൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് വേർതിരിക്കുക അല്ലേ? നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ. ഉപ്പിളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് എന്താണ്? ആംശിക സേചനം വഴിയല്ലേ? അതുപോലെ തന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത് അല്ലേ? കാന്തം ഉപയോഗിച്ചിട്ടാണ്. പിന്നെന്താണ്? നെല്ലിൽ നിന്ന് പതിരി വേർതിരിക്കുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ട്. കൈകൊണ്ട് ഇട്ടിട്ട് ആക്കിയിട്ടിട്ട് അല്ലേ? അതായത് എന്താണ്? ഇങ്ങനെ പതുക്കെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി എന്താണ്? തരിയിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് എന്താണ്? കൊടയല്ലേ? ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്രോസസ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് പിക്ചർ നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ എൻ്റെ ഒരു സയൻസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആംശിക സേചനം എന്താണ്, സ്വേദനം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെ വേർതിരിക്കുന്ന രീതികളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ അല്ലേ? മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നത് എന്താണ്? വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമുണ്ട്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നുണ്ട്.
ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ് അല്ലേ. ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ് വൃക്കകൾ എന്ന് പറയുന്നത്. വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങാം. ഇത്തരം രോഗികളെ സഹായിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് ചെയ്യുന്നത്. ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. അടുത്ത ചാപ്റ്റർ നമുക്ക് പാർട്ട് 2 വരുന്നത്. ഈ പാർട്ട് 1 ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആവാണ്.